മധ്യേഷ്യയിലെ പ്രമുഖ മെഡിക്കൽ ഗ്രൂപ്പായ ഷിഫ അൽ ജസീറയുടെ 16ാമത് എക്സലൻസി അവാർഡുകൾ വിതരണം ചെയ്തു. കുറച്ചുനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് മലയാളത്തിന്റെ മഹാനടൻ ഭരത് മമ്മൂട്ടി വീണ്ടും എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ ആവേശകരമായ ഒരു ജനക്കൂട്ടമാണ് മലയാളത്തിന്റെ മഹാനടനെ സ്വീകരിക്കുവാനായി റോസ് ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്നത്. മലപ്പുറം ജില്ലയിലെ നൂറാടിയിലെ റോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ചാണ് അവാർഡുകൾ സമ്മാനിച്ചത്. ചടങ്ങിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, ഷിഫ അൽ ജസീറ ചെയർമാൻ ഡോക്ടർ KT റബീബുള്ള, അൻവർ സാദത്ത് MLA, ഭരത് മമ്മൂട്ടി, ഒമാൻ രാജകുടുംബാംഗം ഷെയ്ഖ് ഹദീഫ് അൽ ഗസ്ലോ, വിവിധ ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിനെത്തിയിരുന്നു. പ്രസംഗം അവസാനമായി പോകുന്നതിന്റെ ഗതി വലിയ കഷ്ടമാണ്. നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന പല പ്രോഗ്രാമും, പല പ്രോജക്റ്റുകളും, പല പോയിന്റ്സും മറ്റു പലരും എടുത്തടിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്നും കിട്ടുന്നില്ല. പിന്നെ എല്ലാവരും പറയുന്നത് റബിയുടെ പറ്റിയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മറ്റു പ്രാസംഗികർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് തമാശകൾ ഉണ്ടാക്കാവുന്നതിനപ്പുറത്തേക്ക് ഒന്നും എനിക്ക് പറയാനില്ല. കോടിയേരി ബാലകൃഷ്ണ സഖാവും കുഞ്ഞാലിക്കുട്ടി സാഹിബും രാത്രി 12 അസംബ്ലിക്ക് ഭയങ്കര ചർച്ചയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വിചാരിക്കുന്നത് അത്ര മോശക്കാരൊന്നുമില്ല. രാത്രി വരെ പണി, ഓവർ ടൈം പണിയെടുത്തിട്ടാണ് ഓവർ ടൈം ജോലി ചെയ്യുന്നതാണ്. രണ്ടു കൂട്ടരും നല്ല കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു കാറിനകത്ത് കയറി കൊടിയും വെച്ച് അങ്ങോട്ടും കൂടെ പായൽ മാത്രമല്ല, രാത്രി ഇപ്പൊക്കെ പണിയെടുക്കുന്നുണ്ട്. ഇവിടെപ്പോലെയല്ല. ഇവിടുത്തെ നല്ല കാര്യം ഏതായാലും ഈ ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അവരെ ഈ പറഞ്ഞ പോലെ അവർ ഒന്നിച്ചു പിടിച്ചവരാ. എന്നിട്ട് 2 പാർട്ടിയായി അല്ല, ഒരു ക്ലാസ്സിൽ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എല്ലാവരും അവരവരുടെ ലക്ഷ്യങ്ങൾക്കും അവരവരുടെ ഐഡിയോളജിക്ക് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം ഈ റബിയുള്ള പഠിച്ച സ്കൂളിൻ്റെ കാര്യം, റബിയുള്ള പഠിച്ച സ്കൂളിൽ കൂടി LP സ്കൂളിലാണ് പഠിക്കുന്നത്. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും UP സ്കൂളിലേക്ക് ഉണ്ടാക്കുന്നത് UP സ്കൂൾ വിദ്യാർത്ഥികളോട് കൂടും. LP സ്കൂൾ വിദ്യാർത്ഥികളോട് കുറച്ചുകൂടെ ഒന്ന് വലുതാകുന്നത് ദയവ് ചെയ്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പാർട്ടി ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പാണ് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ഒരു ഗ്രേസ് മാർക്ക് കൊടുത്തെങ്കിലും 7ാം ക്ലാസ് വരെ എത്തിക്കാൻ പറ്റുമെങ്കിൽ വളരെ സന്തോഷം. വിദ്യാഭ്യാസം ഉണ്ടായാൽ ഇനിയും ഗുണം ഉണ്ടാവുന്നു. ഇത് ഈ വളരെ ഇന്നസെന്റ് ആണെന്ന് പറയുന്നത് ഒരുപാട് പേര് ഈ റബിളിയെ പറ്റിക്കുന്നുണ്ട്. എന്റെ കൺമുമ്പ് വെച്ച് പറ്റിക്കണ എനിക്ക് സഹായിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് സംഭവം നടന്നു. അപ്പോ ഇത് ഈ ഇന്നസെന്റ് ആയിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ഇത്രയും എന്താ പറയാ വിശാല ഹൃദയരാകുമ്പോൾ അവർക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റും. പക്ഷെ അത് നമുക്ക് നല്ല ആളുകൾക്ക് എത്തിച്ചേരേണ്ടടുത്ത് പലതും എത്തിച്ചേരാൻ പോകുന്നു. അതുകൊണ്ടാണ് ഈ പൊതുവേദികളിൽ ഇതുപോലുള്ള സംഭാവന കൊടുത്താൽ ആരൊക്കെ കൊടുത്തു ആർക്ക് മേടിച്ചുണ്ടെങ്കിൽ നമുക്ക് ബോധ്യമാണ്. ഇത് അർഹരായവരുടെ തന്നെ ഈ സൗമനസ്സുകൾ എത്തണം. ഞാൻ ഇപ്പൊ കൊടുത്ത ഈ സഹായത്തിന്റെ കണക്ക് നോക്കിയപ്പോൾ ഈ 1 മണിക്കൂറിൽ നടന്ന 86 ലക്ഷം രൂപയുടെ പല ആളുകളും പല സ്ഥലത്ത് വെച്ചും പല വാഗ്ദാനങ്ങൾ നമുക്ക് 1 തരാം, 2 തരാം, 10 തരാം, 5 കോടി തരാം, 1 ലക്ഷം തരാം, 2 ലക്ഷം തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാഗ്ദാനങ്ങൾ നിറയുന്നതല്ലാതെ വീട്ടിൽ കാശ് വീഴാറില്ല. വാഗ്ദാനം കൊണ്ട് വീട്ടിൽ നിറയും. ഈ വാഗ്ദാനങ്ങൾ കൊടുക്കാതെ ഇൻ ക്യാഷ് ചെക്ക് പോലുമല്ല, പാസ്സായി പോകാത്ത ചെക്ക് പോലുമല്ല. ഇന്ത്യയിൽ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒന്നേ ഉള്ളൂ. ഭാഷയല്ല, ഭക്ഷണ രീതിയല്ല, വസ്ത്രധാരണ രീതിയല്ല, സംസ്കാരമല്ല, രൂപഭാവങ്ങളല്ല. നമുക്ക് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒന്നേ ഉള്ളൂ, ഇന്ത്യൻ കറൻസി.
ഇന്ത്യൻ കറൻസിയാണ് കാശ്മീരിലും രാജസ്ഥാനിലും ബോംബെയിലും ഗുജറാത്തിലും ആന്ധ്രയിലും കേരളത്തിലും കർണാടകത്തിലും ഒക്കെ ഒരു കറൻസിയോ അത് ഇന്ത്യൻ കറൻസിയാണ്. ഒരു ഭാഷയല്ല, ഒരു വസ്ത്രമല്ല, ഒരു ഭക്ഷണമല്ല. അപ്പോൾ എവിടെ പോയാലും തെരുവാകുന്ന, എവിടെ പോയാലും സ്വീകാര്യമായിട്ടുള്ളതാണ് എന്ന് അദ്ദേഹം എല്ലാവരും മുമ്പിൽ ഇങ്ങനെ ഇത് ആതുര സേവന രംഗത്താണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലാണ് അദ്ദേഹത്തിന് കൂടുതൽ ബിസിനസ്സുകൾ. ഇവിടെ വന്നിട്ട് വലിയ ബിസിനസ്സും നടത്തിയായിട്ട് എനിക്കറിയില്ല. ഈ ആതുര സേവന ബിസിനസ്സാണ് മെയിൻ. ഒരു കാര്യം മാത്രമേ എനിക്ക് അദ്ദേഹത്തിന് പറയാനുള്ളൂ, അപ്പോഴും നമുക്ക് എത്തിച്ചേരേണ്ടതെത്തിക്കുക എന്നേ ഉള്ളൂ. ഏതായാലും മലപ്പുറത്ത് വരികയും നിങ്ങളെ കാണാൻ സാധിക്കുകയും നിങ്ങളൊക്കെ സംസാരിക്കാൻ സാധിക്കുകയും ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ സന്മനസ് ഒരിക്കൽ കൂടി ആദരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നു. സാധാരണ നടന്ന് വിചാരിക്കരുത് ഞാൻ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നൊക്കെ പറഞ്ഞു. ബാക്കി അതിൻ്റെ ബാക്കിയാണ് ഞാൻ പറഞ്ഞ സന്തോഷം. നന്ദി, നമസ്കാരം. ഇത് 16ാം തവണയാണ് ഈ അവാർഡ് ഞാൻ നൽകുന്നത്. കഴിഞ്ഞ വർഷം മമ്മൂട്ടി, കമലഹാസൻ, ജോൺ ബ്രിട്ടാസ് എന്നിവർക്ക് അബുദാബിയിൽ വെച്ച് നൽകുകയുണ്ടായി. അതേപോലെ മീഡിയ വണ്ണ് മറ്റ് വിവിധ ആളുകൾക്ക് കഴിഞ്ഞ വർഷം അവാർഡ് നൽകുകയുണ്ടായി. ഈ വർഷം ഇതിൽ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ സാർ അവർകൾ, നമ്മുടെ മെഗാസ്റ്റാർ പത്മശ്രീ ഭരത് ഡോക്ടർ മമ്മൂട്ടി, സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ, ഷെയ്ഖ് ഉദൈഫ അൽ ഖസാലി എന്നിവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് ഇന്ന് 3 മണിക്ക് വടക്കേമണ്ണിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് അവാർഡുകൾ വിതരണം ചെയ്യുന്നതാണ്. അതോടൊപ്പം കുറച്ച് ധനസഹായവും ഇന്ന് നൽകുന്നുണ്ട്. ഷിഫ അൽ ജസീറ ഗ്രൂപ്പിന്റെ ഈ വർഷത്തെ എക്സലൻസി അവാർഡുകളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. മലപ്പുറം MLA ഉബൈദുള്ള, മലപ്പുറം മുനിസിപ്പൽ മുൻ ചെയർമാൻ KP മുഹമ്മദ് മുസ്തഫ എന്നിവർക്ക് ഷിഫ അൽ ജസീറ ഗ്രൂപ്പ് എക്സലൻസി അവാർഡുകൾ സമ്മാനിച്ചു. فيها الحلا يتحلى 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 ما شاء الله ما شاء الله فيها الحلا يتحلى يتحلى. കൈരളി ടിവിയുടെ മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ M അഷ്റഫിന് മലയാളത്തിന്റെ മഹാനടൻ ഭരത് മമ്മൂട്ടിയാണ് അവാർഡ് സമ്മാനിച്ചത്. കൈരളി മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ M അഷ്റഫ് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയിൽ നിന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ അവാർഡ് ഏറ്റുവാങ്ങിയപ്പോൾ സദസ്സ് നിറഞ്ഞ കരഘോഷം മുഴക്കി. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഇൻഷുറൻസ്, വാഹന വിതരണം ഉൾപ്പെടെ 86 ലക്ഷം രൂപയുടെ ധനസഹായം വിതരണം ചെയ്യപ്പെട്ടു. മികച്ച മാധ്യമ പ്രവർത്തകരുടെ 2015 ഷിഫ അൽ ജസീറ എക്സലൻസി അവാർഡിന് അർഹനായത് മാതൃഭൂമി ദുബൈ പ്രതിനിധി ശ്രീ PC ഹാരിഷ് അവർകളാണ്. PC ഹാരിഷിനെ കോവിഡിലെ ജനതയ്ക്ക് വേണ്ടി മാധ്യമത്തിൽ അധിഷ്ഠിതമായ ധർമ്മത്തിലുള്ള നന്മ നിറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അവാർഡ് സമ്മാനിക്കുന്ന മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഈ പുരസ്കാരം സമ്മാനിക്കുകയാണ്. മികച്ച ദൃശ്യ മാധ്യമ പ്രവർത്തനങ്ങളുടെ 2015 ഷിഫ അൽ ജസീറ പുരസ്കാരത്തിന് അർഹനായ മാധ്യമ പ്രവർത്തകൻ ശ്രീ ജയ്ഹിന്ദ് ടിവിയുടെ കുവൈറ്റ് പ്രതിനിധി
ഗിരീഷ് ഒറ്റപ്പാലത്ത്. ഈ മാതൃകളൊക്കെ തന്നെ ഏത് കാലത്തും മലയാളത്തിനൊപ്പം സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം തന്നെയാണ് നിലകൊള്ളുന്നത്. കനിവിന്റെ സന്ദേശവും കരുണയുടെ പ്രവാഹവുമാണ് ഷിഫ അൽ ജസീറ ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഷിഫ അൽ ജസീറ ഗ്രൂപ്പിന്റെ അവാർഡ് തുക ചെന്നൈ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിക്കൊണ്ട് നടൻ ജയറാം മാതൃകയായത്. ഷിഫ അൽ ജസീറ പുരസ്കാരം നേടിയ പ്രശസ്ത സിനിമാ നടൻ പത്മശ്രീ ജയറാം തന്റെ അവാർഡ് തുക ചെന്നൈയിലെ ദുരിതം അനുഭവിക്കുന്നവർക്കായാണ് സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ ജയറാമിന്റെ നല്ല മനസ്സ് തീർച്ചയായും നമുക്കറിയാം. മതത്തിലും എല്ലാം ഉപരിയായുള്ള മയത്തിൽ ഏത് രീതിക്കാണ് ചെന്നൈ ദുരിതം നമ്മളെ പഠിപ്പിച്ചത്. പി ഉബൈദുള്ള എന്ന ആശ്രയ കേന്ദ്രം അദ്ദേഹം തനിക്ക് ലഭിച്ച തുക സംസ്ഥാന മുസ്ലിം ലീഗ് ഏർപ്പെടുത്തിയ ബൈത്തുൽ റഹ്മ പദ്ധതിയിലെ ഒരു ബൈത്തുൽ റഹ്മ തിരിച്ചു നൽകുന്നു. ഏറ്റുവാങ്ങുന്നത് മന്ത്രി കുഞ്ഞാലിക്കുട്ടി അവർക്ക് അത് ഏറ്റുവാങ്ങുന്നു. ഷിഫ അൽ ജസീറയുടെ പുരസ്കാരത്തോട് ഏറ്റുവാങ്ങിയ മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ വികസനത്തിന്റെ ആധിപത്യം വഹിച്ച മുൻ ചെയർമാൻ കെ പി മുഹമ്മദ് മുസ്തഫ തനിക്ക് ലഭിച്ച തുക ഒരു ബൈത്തുൽ റഹ്മ നിർമ്മിക്കാനായി ഇതാ തിരിച്ചു നൽകുന്നു. ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പി കുഞ്ഞാലിക്കുട്ടി സാഹിബ്. കെ പി റിപ്പോർട്ട് സാഹിബിന്റെ പിതാവിന്റെ നാമധേയത്തിൽ 45 ലക്ഷം രൂപ ചെലവിലുണ്ടാക്കിയ ഈസ്റ്റ് കോളൂർ കുട്ടിശ്ശേരി കുളമ്പ SP സ്കൂളിലെ LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്ക് മാത്രമല്ല അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കൂടി ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയാണ്. ഈ ഇൻഷുറൻസ് തുക സ്കൂൾ ഹെഡ് മാസ്റ്റർ ഏറ്റുവാങ്ങാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. I would like to deliver this special occasion. I request Sheikh Udefa Al-Ghazali to hand over our respected principal and school principal. കോട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ടാർ ചെയ്ത് ഉപയുക്തമാക്കുന്നതിനാവശ്യമായ തുക ഷിഫ അൽ ജസീറ ഗ്രൂപ്പ് ക്ഷേത്ര ഭരണസമിതിക്ക് കൈമാറി. അന്തിയുറങ്ങുവാൻ സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് ഒരു ഭവനം എന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ബെയ്റുത്തുൽ റഹ്മ. ആ സ്വപ്ന പദ്ധതിയുടെ താക്കോൽ ദാനം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചപ്പോൾ റബീബുള്ളയുടെ മറ്റൊരു വാഗ്ദാനം കൂടി പാലിക്കപ്പെടുകയായിരുന്നു. പാണക്കാട് ശിഹാബ് തങ്ങളുടെ സ്മരണാർത്ഥമുള്ള ഭവന നിർമ്മാണ പദ്ധതിയായ ബെയ്ത്തുൽ റഹ്മയുടെ ഭാഗമായി ഷിഫ അൽ ജസീറ ഗ്രൂപ്പ് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ രാവിലെ നിർവഹിച്ചിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ബൈത്തുർ റഹ്മ. നമ്മുടെ കേരളത്തിന് പുറത്തും ഈ പാവപ്പെട്ട ആളുകൾക്ക് വീട് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാരുണ്യ പ്രവർത്തനമാണ് ബൈത്തുർ റഹ്മ. അതിൽ വ്യക്തികളും അതുപോലെ തന്നെ KMCCയുടെ വലിയ പങ്കും വഹിച്ചുകൊണ്ടാണ് ധാരാളം ബൈത്തുർ റഹ്മ നമ്മുടെ നാട്ടിൽ ഇന്ന് എത്രയോ കഷ്ടപ്പെട്ട ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അതും അർഹതപ്പെട്ട ആളുകൾക്കാണ് നൽകുന്നത്. വളരെ കുറഞ്ഞ മാസങ്ങളെ കൊണ്ട് തന്നെ വീടുണ്ടായിക്കൊണ്ട് അവരെ അതിൽ പാർപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ബൈത്തുർ റഹ്മക്കുള്ളത്. അതിൽ നമ്മുടെ റബീഉള്ള സാഹിബ് വളരെയധികം താല്പര്യമെടുത്തുകൊണ്ട് ഈ കാര്യത്തിന് വേണ്ടി മുന്നോട്ട് വന്നതിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രതിനിധികളെയും ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ്. അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ ഏർപ്പാടിനും ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ബഹ്റൈൻ KMCC ചെന്നൈയിലുള്ള ആ പാവപ്പെട്ട ആളുകൾക്ക് അവിടെ എത്രയോ കാലങ്ങൾക്ക് ശേഷം ഒരു വലിയ മഴ വർഷിക്കുകയുണ്ടായി. അതിൻ്റെ കാരണമായിക്കൊണ്ട് ധാരാളം ആളുകൾ വീടുകൾ നഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഭക്ഷിക്കുവാനും മറ്റുമൊന്നുമില്ലാത്ത അവസ്ഥയാണ് ഞങ്ങൾ പോയപ്പോൾ അവിടെ കണ്ടത്. അതിലേക്ക് ഒരു നല്ല ഭീമമായ സംഖ്യ ബഹ്റൈൻ KMCCയും ഇവിടെ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഏറ്റവും നല്ല ആശ്വാസ കാരുണ്യ പ്രവർത്തനങ്ങളാണ്. അവർക്കും അതിനർഹമായ പ്രതിഫലം നാഥൻ നൽകുമാറാകട്ടെ. ഓരോ മനുഷ്യനും ഓരോ നിയോഗമുണ്ട്. കർമ്മബന്ധങ്ങളിലെ കണ്ണികളിലെവിടെയോ അറിയാതെ വിളക്കി ചേർത്ത ആ ഒരു നിയോഗം, തന്നിൽ എളിയവരെ കലവറയില്ലാതെ സഹായിക്കുക എന്ന നിയോഗമാണ് റബീബുള്ളയെ നയിക്കുന്നത്.
ഖത്തറിലെ പ്രമുഖ മെഡിക്കൽ സ്ഥാപനമായ ഷിഫ അൽ ജസീറ ഗ്രൂപ്പും ചെയർമാൻ ഡോക്ടർ KT റബീബുള്ളയും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് ഗ്രൂപ്പിന്റെ ജീവകാരുണ്യ പദ്ധതികളിലൂടെയാണ്. റബ്ബുള്ള സന്മനസ്സിൻ്റെ ഒരു ഉടമയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനം വളരെയധികം ശ്ലാഘനീയമാണ്. വിവിധ തലങ്ങളിൽ ശ്രദ്ധേയമായ വ്യക്തികൾക്ക് അർഹമായിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കാൻ കലാരംഗത്തും സാംസ്കാരിക രംഗത്തും കായിക മേഖലയിലും മാധ്യമരംഗത്തുമൊക്കെ കഴിവ് തെളിയിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് അവാർഡുകൾ കൊടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സമീപനം ശ്രീ റബ്ബുള്ള കുറേ കാലമായി സ്വീകരിച്ചു വരികയാണ്. ഇതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനകളെ സഹായിക്കാൻ ഡോക്ടർ റബ്ബുള്ള നടത്തുന്ന ഇടപെടലുകളും കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അതിൽ പലരും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ആളുകളെ കണ്ടെത്തി അവരെ സഹായിക്കുക എന്നതിനാണ് ഡോക്ടർ റബ്ബുള്ള പ്രത്യേകമായ താല്പര്യമെടുക്കുന്നത് എന്ന് കഴിഞ്ഞ കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രവാസികൾക്കിടയിൽ വളരെ ശ്രദ്ധേയമായൊരു വ്യക്തിത്വമായി ഇന്ന് അദ്ദേഹം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. പ്രവാസി ജീവിതകാലത്തിനിടയിൽ കഷ്ടപ്പെടുന്ന ആളുകളെ മനസ്സിലാക്കാനും അവരെ തിരിച്ചറിയാനും അദ്ദേഹത്തിന് ഇപ്പോഴും സാധിക്കുന്നു. ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ പോലും സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിലേക്കെത്തി ഘട്ടത്തിലും താൻ കടന്നു വന്ന വഴികൾ മറന്നു പോകാതെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നതാണ് ഡോക്ടർ റബ്ബുള്ളയുടെ പ്രത്യേകത. ഇത് പ്രവാസികൾക്കിടയിൽ ഉള്ള ശ്രദ്ധേയമായ വ്യക്തിത്വങ്ങൾക്കൊക്കെ സാമ്പത്തികമായി കഴിവ് തെളിയിച്ച പല ആളുകളും വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, സമ്പന്നരാകാനും കഴിഞ്ഞിട്ടില്ല. കുറച്ച് പേർക്ക് മാത്രമാണ് അങ്ങനെ സാധിച്ചത്. അതിനുള്ള അവസരം ലഭിച്ച കൂട്ടത്തിൽ ഒരാളാണ് ഡോക്ടർ റബ്ബുള്ള. എന്നാൽ ഇങ്ങനെ അവസരം ലഭിച്ച എല്ലാവരും ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിലയിൽ വരുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഡോക്ടർ റബ്ബുള്ളയുടെ പ്രത്യേകത നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സർക്കാർ സ്കൂളുകൾക്ക് ബസ് വാങ്ങി നൽകിയും ചികിത്സാ സഹായ പദ്ധതികളിലൂടെയും വീടില്ലാത്തവർക്ക് വീട് സ്വന്തം ചിലവിൽ നിർമ്മിച്ച് നൽകിയും റബീബുള്ള വേറിട്ട മാതൃക സൃഷ്ടിച്ചു. മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ആയുസ് ദൈവത്തിൻ്റെ വരദാനമാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരെയും സഹായിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകണമെന്ന് ഏറ്റവും വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു. ഇന്ന് രാവിലെ ഇവിടെ നടന്നത് ബൈത്തുർ റഹ്മ, നിരവധി ജനങ്ങൾക്ക് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ വീട് വെച്ച് നൽകുന്ന പദ്ധതി. അത് ലോകത്ത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. അതിൻ്റെ ആദ്യത്തെ വീടിൻ്റെ താക്കോൽ ദാനമാണ് ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നടത്തിയത്. ഇനിയും ഇവിടെ എൻ്റെ സ്ഥലത്ത് കൂടുതൽ വീടുകൾ വെച്ച് അടുത്ത 4 മാസത്തിനുള്ളിൽ വിതരണം ചെയ്യുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പാവപ്പെട്ട ജനങ്ങളെയും സഹായിക്കേണ്ട കടമ നമുക്കുണ്ട്. അത് ഈ ലോകത്തുള്ള എല്ലാ വ്യവസായികളും പാവപ്പെട്ടവരെ സഹായിക്കാനായി മുന്നോട്ട് വന്നാൽ കേരളത്തിൽ ആർക്കും പട്ടിണി ഉണ്ടാവില്ല, അതേപോലെ വീടില്ലാത്ത ഒരാളും ഉണ്ടാകില്ല. അതുകൊണ്ട് ലോകത്തിലെ മുഴുവൻ വ്യവസായികളും നന്മയുടെ പാതയിലേക്ക് പാവപ്പെട്ടവരെ സഹായിക്കാനായി മുന്നോട്ട് വരണമെന്ന് ഏറ്റവും വിനയപൂർവ്വം സ്നേഹപൂർവ്വം ഞാൻ ഈ ലോകത്തെ എല്ലാ വ്യവസായികളോടും അപേക്ഷിക്കുന്നു. മൂപ്പരെ ചാരിറ്റി ഇന്ന് കണ്ടില്ലേ, നിങ്ങൾ ഈ വീട്ടിന് മുന്നിൽ ആയിരക്കണക്കിന് ആൾക്കാർ സഹായാഭ്യർത്ഥനയും കൊണ്ട് വരുന്നു. ഒരു കൈയും മടക്കി വിടില്ല. എത്ര സഹായാഭ്യർത്ഥന വേണ്ടിയിട്ടാണ് ഓരോരുത്തർ വന്നിരിക്കുന്നത് അറിയാം. നിങ്ങൾ വന്നതിൻ്റെ ശേഷം എത്ര ആൾക്കുണ്ട്. ഇതാണ് റബീഉള്ളൻ്റെ ഒരു ക്വാളിറ്റി. വന്നുവരെ ആരും തിരിച്ചു വിടില്ല.
എനിക്ക് ഇടയിലൊരു അനുഭവം ഉണ്ടായി. മൂപ്പരെ ഒരു ഹോസ്പിറ്റലിൽ വണ്ടി കൈകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടപ്പം അയാളെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അപ്പം ആ വണ്ടി കഴിയുന്ന ആൾ പറയാണ് എൻ്റെ മേലെ അഴുക്കുണ്ട്, സ്മെല്ലാണ്. നമ്മൾ മരിക്കാനുള്ള ആൾക്കാരെ, മണ്ണ് പോലുള്ള ആൾക്കാരെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുക. അപ്പോൾ പണക്കാരനെയും പാവപ്പെട്ടനെയും ഒരേമാതിരി സ്നേഹിക്കുന്ന ആളാണ് റബീഉള്ള സാഹിബ്. എനിക്ക് എത്ര അദ്ദേഹത്തെ കൂടുതൽ പറയാനില്ല. ഇത് മതിയല്ലോ, എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. റബീഉള്ള സാഹിബിനെ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളൊരു വ്യക്തിയാണ്. പരിചയപ്പെട്ട അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ആ ഒരു സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഞാൻ ഒത്തിരി വ്യവസായ പ്രമുഖരെയും അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയൊക്കെ ഒരു പൊതുപ്രവർത്തനമായി ബന്ധപ്പെടുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇദ്ദേഹം സത്യം പറഞ്ഞാൽ ഒരു പച്ചയായ ഒരു നല്ലൊരു മനുഷ്യനാണ്. കാരണം അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ, ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രവൃത്തികൾ നമുക്ക് അളന്നു തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അത് വിലമതിക്കുന്നതിനപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സ്നേഹം. അത്രമാത്രം കാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ MLA ആവുന്നതിന് മുമ്പ് പരിചയപ്പെട്ട വ്യക്തിയാണ് റബീഉള്ള സാഹിബ്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ 20,000 കുട്ടികളെ, പാവപ്പെട്ട ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെ 20,000 കുട്ടികളെ ഇൻഷൂർ ചെയ്യുന്ന പദ്ധതി സ്പോൺസർ ചെയ്തിരിക്കുന്നത് റബീഉള്ള സാഹിബാണ്. 20 ലക്ഷം രൂപ മുടക്കിയാണ് അദ്ദേഹം ആ പദ്ധതി നടപ്പിലാക്കാൻ എന്നെ ഈ നിയോജകമണ്ഡലത്തിലെ സഹായിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഇൻഷൂർ ആനുകൂല്യം കിട്ടുന്ന എല്ലാ കുട്ടികളുടെയും, പാവപ്പെട്ട കുട്ടികളുടെ പ്രാർത്ഥന അദ്ദേഹത്തിനുണ്ടാവും. ഇത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ പാവപ്പെട്ടവനെയും സാധാരണക്കാരെയും തൻ്റെ വരുമാനത്തിൽ നല്ലൊരു വിഹിതം കൈമറന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനത്രം സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ബിസിനസ്സും ഒക്കെ അതുകൊണ്ട് വലിയ രീതിയിൽ അഭിവൃദ്ധിച്ച് പോകാനുള്ള കാരണവും അതുതന്നെ. മധ്യപൂർവ്വ ദേശത്ത് ആയിരക്കണക്കിന് യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന ഒരു വലിയ ഗ്രൂപ്പിന്റെ അമരത്തിരിക്കുമ്പോഴും മലപ്പുറം ചട്ടിപ്പറമ്പിലെ തന്റെ വീട്ടുമുറ്റത്ത് ഇരിക്കുമ്പോഴും റബീബുള്ള തികച്ചും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ മാത്രമാണ്. പ്രവാസി സമ്മാൻ ഉൾപ്പെടെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ തേടി വന്നപ്പോഴും അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും ഇടതടവില്ലാതെ പ്രവഹിക്കുമ്പോഴും വിനയാനിതനായ ഒരു സാധാരണ മലയാളിയായി അറിയപ്പെടാനാണ് റബീബുള്ള എന്നും ആഗ്രഹിച്ചിരുന്നത്.
KT രവിപിള്ളയുടെ കർമ്മശേഷിയും വ്യക്തിപ്രഭാവവുമാണ് ഈ ചടങ്ങിനെ ജീവസുറ്റതും മനോഹരവുമാക്കി മാറ്റിയത്.